തൃശൂർ ചാലക്കുടി ക്രസന്റ് പബ്ലിക് സ്കൂളിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ഇന്ത്യയുടെ ഭൂപടത്തിൽ ഗുരുതരമായ പിഴവുകളുണ്ടെന്ന് ആക്ഷേപം. രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ജമ്മു കശ്മീർ, ലഡാക്ക് മേഖലകൾ വികലമായി ചിത്രീകരിച്ചിരിക്കുന്നുവെന്നാണ് പരാതി. സ്കൂൾ മാനേജ്മെന്റിനെ പലതവണ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള അതിർത്തി മേഖലകളുടെ ആകൃതി യഥാർത്ഥ ഭൂപടത്തിലേതുപോലെ കൃത്യമല്ലെന്നാണ് പ്രധാന പരാതി. പാകിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള പ്രദേശങ്ങൾ വളരെ ലളിതമായാണ് ഇതിൽ വരച്ചു ചേർത്തിരിക്കുന്നത്. രാജ്യത്തിന്റെ ഔദ്യോഗിക ഭൂപടത്തിന്റെ ഘടനയ്ക്ക് വിരുദ്ധമായ രീതിയിലാണ് ഈ ചിത്രീകരണമെന്നും ആക്ഷേപമുണ്ട്. വിദ്യാർത്ഥികൾക്ക് രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അറിവ് പകർന്നു നൽകുന്നതിനായി സ്കൂൾ അങ്കണത്തിൽ തയ്യാറാക്കിയ ഭൂപടത്തിലാണ് ഈ അപാകത. തെറ്റായ ഭൂപടം കുട്ടികളിൽ തെറ്റായ അറിവ് നൽകാൻ കാരണമാകുമെന്ന രക്ഷിതാക്കളും നാട്ടുകാരും ചൂണ്ടിക്കാണിക്കുന്നു. 1000-ലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്, CBSE സ്ഥാപനമാണ് നമ്മളുടെ ക്രസന്റ് സ്കൂള്. ഈ ക്രസന്റ് സ്കൂളിൽ കുറച്ച് കാലങ്ങളായി തന്നെ അവിടുത്തെ വിദ്യാർത്ഥികൾക്കാണ് ഫ്രണ്ടിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭൂപടമുണ്ട്. ആ ഭൂപടത്തിൽ ഇന്ത്യനെ വികലമായി ചിത്രീകരിച്ച ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മാനേജ്മെൻറ്റിനെ അറിയിക്കണ്ടായി. പക്ഷെ അവർ ഇത് ഒരു വർഷത്തിലേറെയായി ഇതിവിടെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇത്തരം ചെറിയ തെറ്റുകൾക്ക്, അല്ലെങ്കിൽ ഒരുപക്ഷെ അറിയാതെ വന്ന തെറ്റുകളാണെന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. പക്ഷെ ആ തെറ്റുകൾ അങ്ങനെ തന്നെ അതേപടി തുടരുമ്പോൾ അതാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്, അത് ഒരു വളർന്നു വരുന്ന തലമുറയുടെ ചിന്തകളിൽ പോലും ഇത്തരം വിദ്വേഷത്തിൻ്റെ വിത്തുപാകുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ നടക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. വിഷയത്തിൽ പ്രതിഷേധം ശക്തമായതോടെ സ്കൂൾ അധികൃതർ ഭൂപടത്തിൽ തിരുത്തലുകൾ വരുത്തണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇതു സംബന്ധിച്ച സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങളൊന്നും ലഭ്യമായിട്ടില്ലെന്നാണ് പരാതി. അമൃത ന്യൂസ്, തൃശൂർ.